അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. നല്ല ബീഫിൻ്റെ ഗ്രേവി ഇങ്ങനെ എടുത്ത് ഇൻട്രോയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളതല്ലേ. ബീഫ് വെച്ചിട്ടാണ് ഇന്നത്തെ ഡിഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബീഫ് വിന്താലു ആണ്. ബീഫ് വിന്താലു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു ബീഫ് വിന്താലു ഓൾറെഡി കഴിച്ചവർക്ക് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിച്ചവർക്കൊക്കെ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്താണെന്ന് ശരിക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ബീഫ് കറി പോലെയല്ല, അതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമായിട്ടുള്ളൊരു കൂട്ടൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കറി ഭയങ്കര ഇഷ്ടമാവും, കാരണം അത്രയും സ്പൈസിയാണിത്. മുളക് പൊടിയും അതുപോലെ കുരുമുളകും പച്ചമുളകും ഒക്കെ കൂടെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ട് സ്പൈസിയാക്കി ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതിന് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിന്താലു മസാല മിക്സ് ഉണ്ടാക്കാം. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ബീഫ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വിന്താലു മസാല വെച്ചിട്ട് നമുക്ക് ബീഫ് മാത്രമല്ല മട്ടൺ വെച്ചിട്ടുണ്ടാക്കാം, ചിക്കൻ കൊണ്ടുണ്ടാക്കാം. ഇനി നോൺ വെജിറ്റേറിയൻ അല്ല, വെജിറ്റേറിയൻസിനാണെങ്കിൽ പൊട്ടാറ്റോ വെച്ചിട്ടോ അല്ലെങ്കിൽ മിക്സ്ഡ് വെജിറ്റബിൾസ് വെച്ചിട്ടോ അങ്ങനെ എന്തും ഈ ഒരു മസാല വെച്ചിട്ടുണ്ടാക്കാം. നോർമലി വിന്താലു എന്ന് പറയുന്നത് നല്ല എരിവുള്ള കറിയാണ്. അപ്പോൾ ആ എരിവ് വേണ്ടാന്നുള്ളവർക്ക്, അത് കുറക്കണം എന്നുള്ളവർക്ക് അതിൻ്റെയൊക്കെ മുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് അങ്ങ് കുറച്ചാൽ മതി. എന്തായാലും ഇതിനു മുമ്പ് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം. അത്രയും ടേസ്റ്റിയാണ്. പിന്നെ ഉണ്ടാക്കാനും ഈസിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇല്ല, ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് വിന്താലുവിന് വേണ്ടിയിട്ടുള്ളൊരു മസാലക്കൂട്ട് ഉണ്ടാക്കാം. അപ്പോൾ അതിന് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു ടേബിൾ സ്പൂണോളം വലിയ ജീരകം എടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂണോളം ചെറിയ ജീരകം, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, 2-3 ഏലക്കായും ഗ്രാമ്പൂവും എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ ഉള്ളത് 1 ടീസ്പൂണോളം കടുക് എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കൂടെ നമുക്കൊരു മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ഒന്ന് വറുത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ വറ്റൽമുളകും കൂടെ വറുക്കാനായിട്ട് എടുക്കാം. നല്ല എരിവുള്ള കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് സാദാ വറ്റൽമുളക് കുറച്ച് എടുക്കാം. അതുപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി റെഡ് ചില്ലിയും എടുക്കാം. അപ്പം ഞാനിപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല, മുളക് പൊടി തന്നെയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ പാനിപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കടുക് ഒഴിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ അത് കൂടുതൽ അങ്ങ് മൂത്ത് പോയാൽ ഒരു കയ്പ്പടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ജീരകമൊക്കെ മൂത്ത് വരുമ്പം നമുക്ക് ആ ഒരു സ്മെല്ലിൽ തന്നെ മനസ്സിലാവും ജീരകം മൂത്ത് വന്നു എന്ന്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കടുകും ഇട്ട് കൊടുക്കാം. ഈ ഒരു മസാലക്കൂട്ടാണ് വിന്താലുവിൻ്റെ ഒരു സ്പെഷ്യൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മസാലക്കൂട്ടിൽ വെന്ത് കിട്ടുന്ന ബീഫിന് വേറെ തന്നെ ഒരു മണമാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. ഇതിപ്പോൾ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്, കടുകൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പൊടികളും കൂടെ ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും തന്നെ വറുത്തെടുക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ വറുത്തെടുക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൗഡറാക്കി എടുക്കാം. പിന്നെ കറിക്ക് നല്ലൊരു സ്വാദായിരിക്കും. ഈ വറുത്തെടുക്കുന്നതിൻ്റെ ആ ഒരു മണം വേറെ തന്നെയാണല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പം ചേർക്കുന്ന പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒരു 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട്. അപ്പോൾ ഈ പൊടികൾ ചേർക്കുമ്പം ഞാനങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, കാരണം ഈ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ചൂടായിട്ട് അത് പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചൂടിൽ കടന്നിട്ട് തന്നെ എല്ലാം ഒന്നങ്ങ് മൂത്ത് വന്നോളും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ മസാലക്കൂട്ടും പൊടികളും ഒക്കെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയാൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ട് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മളിപ്പം വറുത്ത് വെച്ചിട്ടുള്ളത് നന്നായിട്ട് ചൂട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അപ്പം ഞാനിപ്പം മിക്സീൻ്റെ ചെറിയ പൊടിക്കുന്ന ജാറിൽ തന്നെയാണ് ഇട്ടത്. ഇനി ഇത് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വിൻഡാലു മസാല ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഫൈൻ പൗഡറാക്കി പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഈ ഒരു പൊടിക്ക് തന്നെ നല്ലൊരു മണമുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു 8-10ഓളം കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 8-10 വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുള്ളി ഇങ്ങനെ അരച്ചെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തോന്നേ ഉള്ളൂ. സവാള എടുക്കുന്നതിനെക്കാട്ടിലും കുഞ്ഞുള്ളിയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. ബീഫ് ആയതുകൊണ്ട് തന്നെ ഇഞ്ചി കുറച്ചധികം ചേർക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. അത് ഞാനിപ്പം നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് 2 ചേർത്തത്. അതല്ലെങ്കിൽ ഒരു 4-5 ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊക്കെ അരച്ചെടുക്കുന്നത് നമ്മൾ വിനീഗർ ചേർത്തിട്ടാണ്. അപ്പം വിനീഗറാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിന്താലുവിന്
ഒരു പുളിപ്പും ആ ഒരു ടേസ്റ്റും കൊടുക്കുന്നത്. നമ്മളിതിൽ തക്കാളിയല്ല ചേർക്കുന്നത്, വിനീഗറാണ്. അപ്പം വിനീഗർ അതിൻ്റെ കണക്കിന് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വിന്താലൂവിൽ നമ്മൾ തക്കാളി ചേർക്കൂല എന്നൊന്നുമില്ല. ഉള്ളിയൊക്കെ വഴറ്റുന്ന കൂട്ടത്തിൽ തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു കറിയിൽ ചേർക്കുന്നില്ല. അപ്പോൾ തക്കാളി ചേർക്കുമ്പം ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വിനീഗർ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ഇത് ശരിക്കും അരഞ്ഞ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് അരക്കാം. ഒരുപാടങ്ങ് വെള്ളം ചേർത്തിട്ട് ലൂസാക്കിയിട്ട് അരച്ചെടുക്കണ്ട. ഈ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് അരഞ്ഞ് കിട്ടണമെങ്കിൽ, ഇഞ്ചിയൊക്കെ അരഞ്ഞ് കിട്ടാൻ മാത്രമുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഏകദേശം ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി. അങ്ങനെ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ശരിക്കുള്ള വിൻഡാലോ മസാല. ഇനി ഈ ഒരു മസാല വെച്ചിട്ട് നമുക്ക് ബീഫിൽ ചെയ്യാം, മട്ടണിൽ ചെയ്യാം, അതുപോലെ ചിക്കനിൽ ചെയ്യാം. ഇനി വെജിറ്റബിൾസ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. പൊട്ടാറ്റോവും ഏതെങ്കിലും മിക്സഡ് വെജിറ്റബിൾസ് വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പോൾ വിൻഡാലോ മസാല ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് വിൻഡാലോ ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഇത് അരച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട്. എന്താ പറയുക, കിച്ചൺ മാത്രമല്ല ഹോളും റൂമും ഒക്കെ നല്ലൊരു സ്മെല്ലാണ് ഇപ്പോൾ. അപ്പം നമുക്കിനി മസാല മാറ്റി വെക്കാം. ഞാനിപ്പം ബീഫ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 600 ഗ്രാമോളം ബീഫ് ഉണ്ടാവും. എല്ലാം കൊട്ടോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെയാണ്. ഏറ്റവും ടേസ്റ്റും ആ ഒരു എല്ലാം കൊട്ടും കൂടിയിട്ട് എടുക്കുന്നത് തന്നെയാണ്. അപ്പം ചെറിയ ചെറിയ പീസാക്കിയിട്ട് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് 3-4 തവണ ഒന്ന് സിർക്കയൊക്കെ ഇട്ട് കഴുകിയ ശേഷം വെള്ളം ഊറാനായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു അരിപ്പയിലിട്ട് വെച്ചതാണ്. അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് വെള്ളം വാർന്ന് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ മസാല പൊടിക്കാനെടുക്കുന്ന ആ ഒരു സമയത്തേക്കും വെള്ളം ഇങ്ങനെ ഊറാനായിട്ട് അരിപ്പയിലിട്ട് വെച്ചതാണ്. അപ്പോഴേക്കും നന്നായിട്ട് വെള്ളമൊക്കെ വാർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഞാനിപ്പോൾ ഒരു വലിയ കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയായിരിക്കും ഈ ഒരു കറിക്ക് ഏറ്റവും നല്ലത്. എന്നാൽ വെളിച്ചെണ്ണ ഇഷ്ടമല്ലാത്തവർക്ക് ഓയിലും ചൂസ് ചെയ്യാം കേട്ടോ. ഓയിലും എടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ എടുക്കാം. അതല്ലെങ്കിൽ രണ്ടും കൂടെ പകുതി പകുതിയാക്കി മിക്സ് ആക്കിയിട്ട് അങ്ങനെ ഒഴിച്ചാൽ മതി. അപ്പോൾ ഓയിൽ നന്നായിട്ട് ഇപ്പം ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഞാനിപ്പം നേർമയായിട്ട് കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തത്. ഇനി ഇത് നന്നായിട്ട് ആ എണ്ണയിലിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ല സോഫ്റ്റായി ഒന്ന് കളറ് മാറി വരുന്ന സമയം വരെ നമുക്കത് എണ്ണയിലിട്ടിട്ട് അങ്ങനെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പങ്ങ് ചേർത്ത് കൊടുക്കണം. ഒരുപാടങ്ങ് ചേർത്ത് പോകണ്ട, കാരണം നമ്മൾ അരക്കുമ്പം ആ ഒരു അരപ്പിൽ കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ സവാള ഇങ്ങനെ വഴറ്റിയിട്ട് നന്നായിട്ട് പൊരിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച ആ ഒരു അരപ്പുണ്ടല്ലോ അതിൻ്റെ കൂടെ ഇട്ട് അരച്ചിട്ട് അങ്ങനെയും വിൻഡാലോ മസാല ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. സവാള നന്നായിട്ട് വഴറ്റിയിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ബീഫല്ലേ ഞാനിപ്പോൾ എടുത്തത്. അപ്പോൾ ബീഫ് വേവുന്ന കൂട്ടത്തിൽ തന്നെ സവാളയും അങ്ങ് കുഴഞ്ഞു പോകും, നല്ല ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. ഏകദേശം ഒരു 5-8 മിനിറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായി സോഫ്റ്റ് ആയതിനു ശേഷമാണ് നമ്മളിതിലേക്ക് ഇനി അരച്ചിട്ടുള്ള ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ വിൻഡാലോ നമ്മൾ ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, ചിക്കൻ വിൻഡാലോ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വേണമെങ്കിൽ നമുക്കിത് നന്നായിട്ട് ഈ സവാള പൊരിച്ചിട്ട് നേരത്തെ അരക്കുന്ന ആ പേസ്റ്റിൻ്റെ കൂടെ തന്നെ അങ്ങ് അരച്ചാലും മതി. കാരണം ചിക്കന് ഒരുപാടങ്ങ് വേവില്ലാത്ത സാധനമല്ലേ. അപ്പം പിന്നെ സവാള ഇങ്ങനെ കാണുന്നതിനെക്കാട്ടിലും പൊരിച്ചിട്ട് അരച്ചെടുക്കുമ്പം ആ ഒരു ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഈ എണ്ണയിൽ കിടന്നിട്ട് സവാള ഇപ്പം നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ട്. ചെറുതായിട്ട് കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചിട്ടുള്ള ആ മസാല അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഈ അരച്ച പേസ്റ്റിലുള്ളതൊക്കെ നമ്മൾ വറുത്തെടുത്ത സാധനങ്ങളാണ്. എന്നാലും ആ എണ്ണയിൽ കടന്നിട്ടൊന്ന് നന്നായിട്ടൊന്നങ്ങ് മൂത്ത് വരണം. നന്നായിട്ട് ആ ഒരു പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ ഇങ്ങനെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നങ്ങ് ഇളക്കി കൊടുത്താൽ മതി. അപ്പം നല്ല അടികട്ടിയുള്ള പാത്രമാകുമ്പോൾ അടിയിൽ പിടിച്ച് പോകുന്നുള്ള ആ ഒരു ടെൻഷനും വേണ്ട. നന്നായിട്ട് ഇതൊന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് എന്താ പറയുക, പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്നങ്ങ് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ വിൻഡാലോൻ്റെ മസാല നന്നായിട്ട് എണ്ണയൊക്കെ മുകളിലങ്ങ് തെളിഞ്ഞു വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് വെള്ളം ഊറാനായി വെച്ചിട്ടുള്ള ആ ബീഫ് അങ്ങ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിപ്പം ബീഫ് ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു മസാല ബീഫിലേക്ക് നന്നായിട്ട് പിടിക്കാനായിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാനുള്ളത്? ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ പണി. ഇനി ഈ ഒരു മസാലയിൽ കിടന്നിട്ട് ബീഫ് നന്നായി വെന്ത് കിട്ടിയാൽ നമ്മുടെ വിൻഡാലോ റെഡിയായി. ഇപ്പം ബീഫിൽ നന്നായിട്ട് ഈ ഒരു മസാലയൊക്കെ നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
കുക്കർ അടച്ചിട്ടൊരു 4-5 വിസിലിന് നമുക്കിത് വേവിച്ചെടുക്കാം. ഈ ബീഫ് വേവുന്ന വരെയും വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർത്തിട്ട് വേവിക്കണമെന്നില്ല, കാരണം ഓൾറെഡി ബീഫൊന്നും അതുപോലെ ഉള്ളിയിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. എന്നാലും എൻ്റെ ആ ഒരു മിക്സിയിൽ നേരത്തെ അരച്ചെടുത്തപ്പം കുറച്ച് അവിടെ ഒക്കെ മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായി കഴുകിയെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ടൊരു 4-5 വിസിലിന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് എൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു അരമുറി നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. പിന്നെ പ്രത്യേകിച്ച് ഈ നോൺ വെജ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ, ബീഫും ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുമ്പം ടേസ്റ്റ് കൂടും. അപ്പോൾ കുക്കർ ഓരോരുത്തർക്ക് അറിയാൻ പറ്റുള്ളൂ എത്ര വിസിൽ വന്നാലാണ് നമ്മുടെ ബീഫ് വേവാനെന്നുള്ളത്. അപ്പം അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. അങ്ങനെ ഇപ്പോൾ എല്ലാം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവി നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ടൊരു 4-5 വിസിലിന് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിക്കുമ്പോൾ ആദ്യത്തെ വിസിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ അങ്ങ് ഇട്ട് വെക്കാം. എന്നിട്ട് വിസിൽ വന്ന ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫ്ലെയിം അങ്ങ് ലോ ആക്കി വെച്ചിട്ട് പിന്നെ ഉള്ള ഒരു 3-4 വിസിൽ അങ്ങ് വേവിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ബീഫ് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് വെന്ത് വന്നോളും. പിന്നെ നമുക്കൊന്നും സമയമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കിട്ടണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ കുക്കറിൽ വെക്കുന്നത്. അതല്ലാതെ ഈ ഒരു കറിയൊക്കെ നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നതെങ്കിൽ അത്രയും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ കുക്കർ ഇപ്പോൾ ഒരു 5 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായി പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ കറി ഇപ്പോൾ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ബീഫൊക്കെ വെന്തോ എന്ന് നമുക്കൊന്ന് നോക്കാം. എണ്ണയൊക്കെ നന്നായിട്ട് മുകളിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ ഒഴിച്ച എണ്ണയൊന്നുമല്ല മുകളിൽ തെളിഞ്ഞത്, അത് അത്രക്കാര്യം ഞാൻ ഒഴിച്ചിട്ടുമില്ല. ബീഫിൽ കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നു. ആ നെയ്യ് ഞാൻ കളയാണ്ട് കറിയിൽ തന്നെ ഇട്ടത്. അപ്പോൾ അതിൻ്റെ ആ ഒരു നെയ്യൊക്കെ കൂടിയാണ് ഇതിലിപ്പോൾ ഇങ്ങനെ കാണുന്നത്. നമുക്കിത് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലിപ്പം കുറച്ച് ഗ്രേവിയൊക്കെ ഉണ്ട്. ബീഫ് നമുക്ക് വെന്തോ എന്ന് നോക്കാം. ഇതിപ്പോൾ അത്യാവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നല്ല മൂത്ത ബീഫാണ്, അതുകൊണ്ട് നല്ല ആരൊക്കെ ഉണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രേവിയിൽ തന്നെ നമുക്ക് മതിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അതല്ല കുറച്ചുകൂടെ ഒന്ന് വറ്റിക്കണം എന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നന്നായിട്ടൊന്ന് ഓണാക്കിയിട്ട് തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ വെച്ചിട്ട് വറ്റിക്കുന്നില്ല, വേറൊരു ചട്ടിയിലാണ് വറ്റിക്കുന്നത്. അപ്പോൾ ചട്ടിയിൽ വറ്റിക്കുമ്പം ആ ഒരു ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചട്ടി നന്നായിട്ട് ചൂടാകാനായി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കാരണം നമ്മുടെ ബീഫിൽ ഓൾറെഡി എണ്ണയൊക്കെ ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായി ചൂടായി വന്ന ചട്ടിയിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ വിന്താലു അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിന് കണക്കായിട്ട് ഇതങ്ങ് വറ്റിച്ചെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഒരുപാടങ്ങ് വറ്റിക്കുന്നില്ല, കാരണം പൊറോട്ടയുടെ കൂടെ ഒറോട്ടിയുടെ കൂടെ ഒക്കെ തിന്നാൻ കുറച്ച് ഗ്രേവി വേണമല്ലോ. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള ഗ്രേവി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് വറ്റിക്കണം എന്നാണെങ്കിൽ ഇളക്കി കൊടുത്ത് ഇടക്കിടക്കൊന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് വറ്റിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലേക്ക് അരിഞ്ഞിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഗ്രേവി വേണ്ടുന്ന കണക്കിനങ്ങ് വറ്റിച്ചെടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഒരുപാടങ്ങ് വറ്റിക്കുന്നില്ല, കാരണം ഇത് പൊറോട്ടൻ്റെ കൂടെ ഒറോട്ടീൻ്റെ കൂടെയൊക്കെ തിന്നാൻ കുറച്ച് ഗ്രേവി എന്തായാലും വേണമല്ലോ. അപ്പോൾ അതിന് കണക്കായിട്ട് മാത്രമേ ഞാനിത് വറ്റിക്കുന്നുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വറ്റിച്ചെടുത്താലും മതി. അപ്പോൾ വറ്റിക്കുന്നതിന് കണക്കായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് നമ്മൾ തക്കാളിയൊന്നും ഇട്ടിട്ടല്ലല്ലോ വെക്കുന്നത്, വിനീഗറിലാണല്ലോ. അപ്പോൾ ഇത് പുറത്ത് തന്നെ 1-2 ദിവസമൊക്കെ വെച്ചാലും കേടാവില്ല. പിന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടുകയുള്ളൂ. അപ്പോൾ ഈ വിന്താലുവിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയും അത് തന്നെയാണ്, നമ്മൾ ഉണ്ടാക്കിയിട്ട് എത്ര വെക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുകയുള്ളൂ. മുളകിൻ്റെ ആ എരിവും അതുപോലെ സിർക്കയുടെ ആ പുളിപ്പും ഒക്കെ വന്നിട്ട് നല്ല ടേസ്റ്റായി കിട്ടും. അപ്പം ഞാനിപ്പോൾ ഇത് ഒരുപാടങ്ങ് വറ്റിച്ചിട്ടില്ല, കുറച്ച് ഗ്രേവി വെച്ചിട്ടുണ്ട്. ഇനി ഗ്രേവി വേണ്ടാന്നാണെങ്കിൽ നന്നായിട്ടൊന്നങ്ങ് വറ്റിച്ചാൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. പിന്നെ അതുപോലെ തന്നെ എരിവിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഞാൻ ഒരുപാട് എരിവങ്ങ് ഇട്ടിട്ടില്ല, എനിക്ക് പറ്റുന്ന എരിവ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം ഇത് രാത്രി ഡിന്നറിന് കഴിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ എരിവായാൽ നെഞ്ചരിച്ചലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് എരിവിൻ്റെ അളവങ്ങ് കുറച്ചതാണ്. അതല്ലെങ്കിൽ നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി അതുപോലെ പച്ചമുളക് കുരുമുളകിൻ്റെയൊക്കെ അളവ് കൂട്ടി കൊടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് വിന്താലും എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ. ഇതിനു മുമ്പ് ഉണ്ടാക്കാത്തവർ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയവരാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ. കീപ്പ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. താങ്ക് യു. നല്ല ബീഫിൻ്റെ ഗ്രേവി ഇങ്ങനെ